മറവിയുടെ മഞ്ഞുമൂടിയ 56 വർഷങ്ങൾക്ക് ശേഷം പ്രിയ സഹോദരന്റെ മൃതദേഹം ഒരു നോക്ക് കാണാമെന്ന പ്രതീക്ഷയിലാണ് കോട്ടയം ഇത്തിത്താനം സ്വദേശി കെ മണിയപ്പൻ. 1968 ലഡാക്കിൽ സൈനിക വിമാനാപകടത്തിൽ 101 സൈനികർ കാണാതായതിൽ മണിയപ്പന്റെ സഹോദരൻ രാജപ്പനുമുണ്ടായിരുന്നു. മഞ്ഞുമൂടിയ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന വിവരം വന്നതോടെ സഹോദരന് അന്ത്യകർമ്മം ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മണിയപ്പൻ. 56 വർഷം മുമ്പ് ഹിമാചലിലുണ്ടായ സൈനിക വിമാനാപകടത്തിൽ മരണപ്പെട്ട സൈനികരിൽ ഒരാൾ മലയാളിയാണെന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ കൂടുതൽ ആളുകളുടെ വിവരങ്ങൾ പുറത്തു വരികയാണ്. കോട്ടയം ഇത്തിത്താനം സ്വദേശിയായ രാജപ്പൻ എന്ന സൈനികനും ആ അപകടത്തിൽ മരണപ്പെട്ടിരുന്നതായി കുടുംബം പറയുന്നു. ആ കുടുംബാംഗം രാജപ്പൻ്റെ സഹോദരൻ മണിയപ്പൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നേരത്തെ ഈ 68-ലായിരുന്നല്ലോ ഈ അപകടം ഉണ്ടായത്. പിന്നീട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാൻ കഴിഞ്ഞത്? ആ സംഭവം എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് സഹോദരൻ? ആദ്യം വിവരം അറിയിക്കുന്ന അമ്പാലായിരുന്നു ഡൽഹിക്ക് പോയ പ്ലെയിനിൽ 102 പേരും കൂടി പോയ പ്ലെയിൻ മിസ്സായെന്നാണ്. അത് കഴിഞ്ഞപ്പോൾ മാസങ്ങൾക്ക് ശേഷമാണ് പ്ലെയിനിൻ്റെ അവശിഷ്ടം കണ്ടെന്നും പ്ലെയിൻ മിസ്സായിപ്പോയി ആരും രക്ഷപ്പെട്ടിട്ടുമില്ല എന്നുള്ള വിവരം ഞങ്ങളെ അറിയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ക്യാമ്പിലിരുന്ന് പെട്ടിയും ഡ്രസ്സുമൊക്കെ തിരിച്ച് അയച്ച് ഇവിടെ വീട്ടിൽ കിട്ടി. അപ്പോഴാണ് ഞങ്ങളും സ്ഥിരീകരിച്ചത് മരിച്ചു പോയി. പക്ഷേ അവരുടെ വിവരം അറിയിച്ചു. പ്ലെയിനകത്ത് ഐസ് കെട്ടക്കകത്ത് എല്ലാവരും ഉണ്ട്. ഒരു തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ വിവരം അറിയിക്കാം, ഇവിടെ ബോഡി സ്ഥലത്തെത്തിച്ചു തരികയും ചെയ്യുമെന്ന് പറഞ്ഞു. ആ പ്രതീക്ഷ നോക്കിയിരിക്കുകയാണ്. എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു അദ്ദേഹത്തിന് ഈ അപകടം ഉണ്ടായത്? 25-ാമത്തെ വയസ്സിലാണ്. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞിട്ട് 2 മാസത്തെ ലീവിന് വന്നതാണ്. 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു. അങ്ങനെ പോയതാണ്. 25 വയസ്സേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. സൈന്യം അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ അന്ന് ചെയ്തിരുന്നോ? മറ്റ് നഷ്ടപരിഹാരവും കുടുംബത്തിന് സഹായത്തിന് അന്ന് 20,000 രൂപ നഷ്ടപരിഹാരമായിട്ട് വന്നു. പിന്നെ അമ്മ മരിക്കുന്നിടം വരെ പെൻഷനുണ്ടായിരുന്നു. അന്ന് തുച്ഛമായ പെൻഷനേ ഉള്ളായിരുന്നു. 100 രൂപയ്ക്ക് താഴെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും അങ്ങനെ കിട്ടി. ഇതിപ്പോൾ ഈ ബോഡി കണ്ടെത്തി നാട്ടിലേക്ക് കൊണ്ടുവരാനൊക്കെ ഉള്ള സാധ്യതകളൊക്കെ തെളിയുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അന്ത്യകർമ്മം നടത്താൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കുമല്ലോ കുടുംബത്തിന്? തീർച്ചയായിട്ടും. ബോഡി തിരിച്ച് കിട്ടുമ്പോഴും അന്ന് കണ്ട രൂപത്തിപ്പം ഞങ്ങൾക്കെല്ലാവർക്കും കാണാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. അത് തന്നെയല്ല, ബോഡി കിട്ടിയിട്ട് ഞങ്ങളുടേതായ കർമ്മങ്ങളൊക്കെ ചെയ്ത് ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലിരിക്കുകയാണ്. എന്തായാലും നീണ്ട കാത്തിരിപ്പിന് വിരാമമാകുന്നു. കുടുംബം ഏറെ പ്രതീക്ഷയോടെയാണ് ഇപ്പോഴുള്ള നടപടിക്രമങ്ങളെ കാണുന്നത്. അന്ത്യകർമ്മങ്ങൾക്കായി മൃതദേഹം കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ കുടുംബം പങ്കുവെക്കുന്നത്. ഇത്തിത്താനത്ത് നിന്നും ടിബിൻ ഡൊമിനിക്കിനോടൊപ്പം ജോസി ബാബു, മീഡിയ 1.